തങ്ങളുടെ നേതാവിന് സഖാവിന് യാത്രാമൊഴിയേകുകയാണ് അണികൾ, പ്രവർത്തകർ. മറ്റു പാർട്ടി പ്രവർത്തകരടക്കം VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നത് വികാരനിർഭരമായി തന്നെയാണ്. അതിനർത്ഥം VS എന്ന പോരാളി എത്രത്തോളം ജനങ്ങളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നതിന് ഉദാഹരണം തന്നെയാണ്. ഈ കാത്തുനിൽക്കുന്ന ജനങ്ങളെല്ലാം ആ മനുഷ്യന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇനിയൊരു മടക്കയാത്രയില്ലാതെ VS അവരോടെല്ലാം യാത്ര ചോദിക്കുകയാണ്. വിലാപയാത്ര അമ്പലപ്പുഴ വഴി കടന്നു പോകുമ്പോൾ അമ്പലപ്പുഴയുടെ ആ മണ്ണിൽ പ്രവർത്തിച്ചിരുന്ന തൻ്റെ വിപ്ലവ നായകന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ജനങ്ങൾ. കേരളവും CPI-ഉം കണ്ട ഏറ്റവും ശക്തമായ പ്രതിപക്ഷ സ്വരം തലസ്ഥാനത്ത് നിന്ന് ദേശീയപാതയിലൂടെ ആലപ്പുഴയിലെത്തി അമ്പലപ്പുഴ വഴി രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് നിശബ്ദമായി യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ അദ്ദേഹം അറിയാതെ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ ഒപ്പമുണ്ട്. വിലാപയാത്രയ്ക്കൊപ്പം എത്താൻ ഓടിയും തങ്ങളുടെ നേതാവിനെ അവസാനമായി കാണാനുള്ള തിടുക്കത്തിലാണ് ജനങ്ങൾ. അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ആ നേതാവിനെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുകയാണ് ആ പ്രവർത്തകരെല്ലാവരും തന്നെ. നിന്നും മറ്റൊരു പ്രേക്ഷകൻ കൂടെ കേരള വിഷനിലേക്ക് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ എത്തുകയാണ്. നമസ്കാരം ശ്രീ ബിജു. VS എന്ന നേതാവ് വിടവാങ്ങാൻ ഒരുങ്ങുകയാണ്. ആലപ്പുഴയിലേക്ക് വിലാപയാത്ര കടന്നു വരികയാണ്. എന്ത് ഓർമ്മകളാണ് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരൻ വരണം എന്ന് പറയുമ്പോൾ എന്റെ കണ്ണു നിറയും. കാരണം ഇത്ര ജനസ്നേഹമായ ഒരു മനുഷ്യനെ ഈ ലോകം കണ്ടിട്ടില്ല. മനുഷ്യ നന്മയ്ക്കായി രാഷ്ട്രീയ പ്രവർത്തനം കാണിച്ചു കൊടുക്കാന്ന് സ്വന്തം ജീവിതത്തിലുള്ള പദ്ധതിയ സഖാ VS മരണമില്ല. VS-ന്റെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് എടക്കരയിൽ നിന്ന് ബിജു എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. മരണമില്ല. കണ്ണേക്കരടെ VS ഞങ്ങളുടെ പിന്നിലെ റോസാപ്പൂയി. നന്ദി ശ്രീ ബിജു. ഒരു പ്രേക്ഷകനും പറയാനുള്ളത് അത് തന്നെയാണ്. കണ്ണേക്കരളെ VS താങ്കൾക്ക് മരണമില്ല. നിന്നും മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. നമസ്കാരം ശ്രീ ഡേവിസ്. കേരളത്തിന്റെ ജനകീയ നേതാവ് വാങ്ങുകയാണ്. VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഹലോ പറഞ്ഞോളൂ. നമസ്കാരം, കേൾക്കാം. ഹലോ നമസ്കാരം. ഞാൻ ഡേവിസ് പുലിക്കോട്ടിലെ ഗുരുവായൂരടുത്ത് കുന്നംകുളത്തുനിന്ന് വിളിക്കുന്നത്. റിട്ടയർഡ് ബാങ്ക് എംപ്ലോയി ആണ്. ഒരുപാട് വേദനയോട് കൂടിയാണ് VS-ന്റെ ഈ മരണത്തെ ഞാൻ കാണുന്നത്. എല്ലാവരുടെയും ജാതിപതം ഭേദമന്യേ എല്ലാ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ഒരു വലിയ നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പെടുന്ന ആളല്ല, എങ്കിലും എനിക്ക് ആ വ്യക്തിത്വത്തോട് ഒരുപാട് ആദരവും ബഹുമാനവും ഉണ്ട്. അതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഒരുപാട് നല്ലൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാണാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരുപാട് ദുഃഖത്തോടു കൂടി ഞാൻ പറയുന്നു. വേദനയോടെ പ്രാർത്ഥിക്കുന്നു, വേദനയോടെ വിട നൽകുന്നു. എല്ലാ VS-ന് നല്ല അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നന്ദി ശ്രീ ഡേവിസ്. നിരവധി പ്രേക്ഷകരാണ് കേരള വിഷൻ ന്യൂസിലൂടെ തങ്ങളുടെ ഓർമ്മകൾ, VS-നെ കുറിച്ചുള്ള തങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. VS അമ്പലപ്പുഴയുടെ മണ്ണിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വണ്ടാനത്തേക്കാണ് VS-ന്റെ യാത്ര. അമ്പലപ്പുഴ മുതൽ പുന്നപ്പറയിൽ വരെയുള്ള സ്ഥലങ്ങളിൽ VS ആരായിരുന്നുവെന്ന് കുഞ്ഞുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. VS-ന്റെ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലങ്ങളാണ് ഇതെല്ലാം.
വിലാപയാത്ര അമ്പലപ്പുഴ കടന്ന് നീങ്ങുകയാണ്. ഇപ്പോൾ ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, 20 മണിക്കൂറിലധികം പിന്നിട്ട വിലാപയാത്ര അമ്പലപ്പുഴ കഴിഞ്ഞ് പോവുകയാണ്. വേലിക്കകത്ത് വീട്ടിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകളാണുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ വിപ്ലവാദ്യങ്ങൾ അർപ്പിച്ച് VS-ന് മടക്കയാത്ര നൽകുകയാണ്. ഈ അവസരത്തിൽ ഈ ഒരു ജനക്കൂട്ടം നൽകുന്ന ആ ചരിത്രം സൃഷ്ടിക്കുകയാണ് VS എന്ന് തന്നെ പറയേണ്ടതല്ലേ. വിലാപയാത്ര അമ്പലപ്പുഴ കടന്ന് വണ്ടാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇരുവഴികളിലും ഉടനീളം ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. എരിയുന്ന വെയിലത്തും ചൂടൊന്നും വകവയ്ക്കാതെ തന്നെ തങ്ങളുടെ സഖാവിനെ കാണാൻ അവർ കാത്തു നിൽക്കുകയാണ്. VS-നെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴയും വണ്ടാനവും പുന്നപ്രയുമെല്ലാം തൻ്റെ സമര ഇതിഹാസത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിൽ VS-നെ സ്നേഹിക്കുന്ന, VS എന്ന സഖാവിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളാണുള്ളത്. അവരുടെ പ്രിയ നേതാവാണ് വിടവാങ്ങുന്നത്. ആ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നത് അവരുടെ കടമ തന്നെയാണ്. അമ്പലപ്പുഴയിലെയും വണ്ടാനത്തെയും പുന്നപ്രയിലെയും ജനങ്ങൾക്ക് വേണ്ടി VS സ്വീകരിച്ച നിലപാടുകൾ, തൊഴിലാളി വർഗത്തിൻ്റെ സമരനായകനായി പോരാടിയ അദ്ദേഹത്തിന് വിടവാങ്ങുന്നത് ആയിരക്കണക്കിന് ജനങ്ങളുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി തന്നെയാണ്. ആ അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നത് അമ്പലപ്പുഴയുടെയും പുന്നപ്രയുടെയും വണ്ടാനത്തെയും ജനങ്ങളുടെ കടമ തന്നെയാണ്. ആ കടമയാണ് അവർ നിർവഹിക്കുന്നത്. തങ്ങൾക്ക് വേണ്ടി പോരാടിയ ജനനായകനായിരുന്നു അത്. ആ ജനനായകൻ പിന്നെ കേരളത്തിൻ്റെ സമരനായകനായി മാറി, കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതിനാൽ തന്നെ ഈ ജനകീയ നേതാവിന് കേരളം ഒന്നടങ്കം വിട ചൊല്ലുകയാണ് വികാരനിർഭരമായി. പോകുന്ന വഴികളിലെല്ലാം തന്നെ ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നു. അതുപോലെ തന്നെ വേലിക്കകത്തെ വീട്ടിലും ആയിരക്കണക്കിന് ആളുകളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി. കാളിദാസ് ചേരുന്നുണ്ട് വേലിക്കകത്തു നിന്നും. VS അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ മറുപടി പറഞ്ഞത് എത്തരത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വിഭാഗീയതയെ അട്ടിമറിച്ച നീക്കങ്ങൾ, അട്ടിമറിച്ച സംസ്ഥാന സമ്മേളനങ്ങൾ, VS-ന്റെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ, കരുനീക്കങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു കാലത്ത് VS പിണറായി ചേരികൾ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ VS ഒക്കെ എത്രത്തോളം മനോഹരമായാണ് പ്രതികരിച്ചത്, അല്ലെങ്കിൽ എത്രത്തോളം ഏത് രീതിയിലാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് എതിരാളികളെ മലർത്തിയടിക്കുന്നതടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഈ നിര്യാണത്തോടു കൂടി നമ്മൾ ഇടയ്ക്കിടെ ഓർക്കുന്ന ആ വാക്കുകൾ നമ്മൾ വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം 87-ാം വയസ്സിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ, അല്ലെങ്കിൽ ഒരു 87-കാരനെയാണോ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായി വേണ്ടത് എന്നുള്ള ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു ചോദ്യം, അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ ആ ഒരു ചോദ്യത്തെ അദ്ദേഹം നേരിട്ടത് ഒരൊറ്റ വാചകത്തിലൂടെയായിരുന്നു. ആ വാചകത്തിൽ മലർന്നു വീണു, അല്ലെങ്കിൽ ആ വാചകം തന്നെ മതിയായിരുന്നു
ഒരു പാർട്ടിയെ താഴെയിറക്കാൻ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ അടിച്ചമർത്താൻ എന്നുള്ളതൊക്കെ നമ്മൾ അറിയാതെ ഓർത്തു പോകുന്നു. ആ വാക്കുകൾ, മൂർച്ചയേറിയ വാക്കുകൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുകയാണ്. ഒരു 87കാരനാണ് അന്ന് ഒരു വാക്ക് പറഞ്ഞത്. ഒരു 40കാരനോടാണ് ആ മറുപടി പറഞ്ഞത് എന്നുള്ളതാണ്. പാർട്ടിയുടെ വളർച്ച എല്ലാത്തിനും വലുത് ജനങ്ങളായിരുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനും വലുത് ജനങ്ങളാണ് എന്നുള്ളതാണ് എപ്പോഴും VS പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 12 ഇവിടെ വന്നു. ഇപ്പോൾ ഒരു 2 മണിയായപ്പോൾ ഇവിടെ വന്നത്. അവിടെ മുതൽ അന്നേരം നിൽക്കുക കാണാൻ വേണ്ടിയിട്ട്. സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. കോട്ടയത്തുനിന്നും എത്തിയതാണ്. അങ്ങനെ CPM പ്രവർത്തകരടക്കം അല്ലെങ്കിൽ CPM ഏതര പ്രവർത്തകരടക്കം രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്നു. രാത്രി 10 മണിക്ക് വന്നു. 10 മണിക്ക് എത്തിയതാണ്. അപ്പം ഈ സംസ്കാര ചടങ്ങ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് പോകണുള്ളൂ. എങ്ങനെയാണ് VSനെ അയാൾ അതൊരു നേതാവ് തന്നെ, അതിനൊരു മാറ്റവുമില്ല. നല്ലൊരു മനുഷ്യൻ. എപ്പോഴും VS പറഞ്ഞാൽ നമുക്ക് വലിയ ഇതാണ്. പ്രവർത്തനത്തിന് എല്ലാ കാര്യത്തിലും ശരിയാണ്. പാലക്കാടിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഒരുപാട് ഓർമ്മകൾ VSനെ ചേർത്തിണക്കി നമുക്ക് പറഞ്ഞു പോകാനുണ്ട്. ചേട്ടാ, എവിടെയാ? കോഴിക്കോട് നിന്ന് വരികയാണ്. അതെ, എപ്പോ എത്തി? ഇവിടെ കുറച്ച് 4 മണിക്ക്. ശരിക്കും നമ്മുടെ ഓർമ്മകളിൽ മരണമില്ല ആ മനുഷ്യനല്ലേ? അങ്ങനെ നിൽക്കും. ഈ സൂര്യൻ അസ്തമിക്കുന്നില്ല ഞങ്ങളുടെ മനസ്സിലൂടെ. ഞാൻ ജ്വലിച്ചു തന്നെ ഈ നാട് നിലനിൽക്കുന്ന കാലത്തോളം VSന്റെ ഓർമ്മ നിലനിൽക്കും. കാസർഗോഡ് നിന്നാണ്, കയ്യൂരിന്റെ മണ്ണിൽ നിന്ന് വരുന്നവരാണ്. അന്നേരം സഖാവിന്റെ ഊർജ്ജസ്വലമായ പോരാട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നാന്ദി കുറിക്കുകയും ശക്തി പകരുകയും ചെയ്ത ഒരു നാടാണ് ഞങ്ങളുടെ ചെറുപത്തൂരും അതുപോലെ തന്നെ കയ്യൂരും. ആ കയ്യൂരിന് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണ് കൊടക്കാട്. അതുപോലെ പാർട്ടി CPIM രൂപീകരിച്ച പണ്ട് കൊടക്കാട്, കാസർഗോഡ് ജില്ലയിൽ കൊടക്കാട് ആ ഭാഗങ്ങളൊക്കെ ചേർന്ന ഒരു പ്രദേശമാണ്. സഖാവിന്റെ ഊർജ്ജസ്വലമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കാനാണ് ഞങ്ങൾ എത്തിയത്. ഒരു നോക്ക് അവസാനമായി കാണുന്നതിനും വേണ്ടിയിട്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ ഒരു നീണ്ട നിരയിൽ തന്നെ VSനെ കാണാനായി കാത്തി നിൽക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു പ്രായഭേദമന്യേ നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ചെറുപ്പക്കാരടക്കം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. സമരം തന്നെയാണ് ജീവിതം, സമരം തന്നെ ജീവിതം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. ഒപ്പം തന്നെ നിരവധി പുസ്തകങ്ങൾ വനിതകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇരകൾക്കൊപ്പമാണ് VS അച്യുതാനന്ദൻ എന്നും നിന്നിട്ടുള്ളത്. ഇടപെടലുകൾക്ക് അവസാനമില്ലായിരുന്നു ആ ഒരു മനുഷ്യന്. സമരങ്ങൾക്ക് ഇടവേളകൾ നൽകിയിട്ടില്ല VS അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഓരോന്നും വായിച്ചാൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വായിച്ചാൽ നമുക്കത് പല ഘട്ടത്തിലും നമുക്ക് മനസ്സിലാവുന്നുള്ളതുണ്ട്. സഖാവിനെ എത്രത്തോളം പറഞ്ഞാൽ നമുക്ക് തീരില്ല. കാരണം പാലക്കാടിന്റെ മാണിക്യമാണ്. തോൽവി രുചിച്ചിട്ടില്ല സഖാവ് അവിടെ. ഇല്ല, തോൽക്കില്ല. കൂടെ നിന്നിട്ടുണ്ട്. പാലക്കാട് മക്കൾ എപ്പോഴും VSന്റെ ഒപ്പം. പാലക്കാട് എന്നും VSനൊപ്പമാണ്, കേരളം എന്നും VSനൊപ്പമാണ്, രാജ്യം എന്നും VSനൊപ്പമാണ്. VS എന്ന ജനകീയ നേതാവിനെ ഓർക്കുമ്പോൾ തന്നെ വികാരനിർഭരരാകുകയാണ് നമ്മൾ ചോദിക്കുന്ന ഓരോരുത്തരും. പ്രേക്ഷകരിലൂടെ കേരള വിഷൻ ന്യൂസിലൂടെ ഓരോ പ്രേക്ഷകരും പങ്കുവയ്ക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ വിലാപയാത്ര അമ്പലപ്പുഴ പിന്നിട്ട് വണ്ടാനത്തേക്ക് എത്തുകയാണ്. ആ വണ്ടാനം കഴിഞ്ഞ് ഇനി പുന്നപ്രയാണ്. തൻ്റെ ജന്മനാട്ടിലേക്ക്, താൻ ജനിച്ച മണ്ണിലേക്ക് VS മടങ്ങിയെത്തുകയാണ്. തൻ്റെ വീട്ടിലേക്ക് VS തിരികെ എത്തുകയാണ്. വണ്ടാനത്ത് നിരവധി ആളുകളാണ് തൻ്റെ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നത്. നിരവധി ആളുകളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി VS താൻ വളർന്നു വന്ന വീതികളിലൂടെ മടങ്ങുകയാണ്. ഇനിയൊരു യാത്ര, മടക്കയാത്രയില്ലാതെ. നിന്ന് ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. നമസ്കാരം ശ്രീ പ്രകാശൻ. VS അച്യുതാനന്ദൻ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. എന്തോർമ്മകളാണ് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് VS. കേൾക്കുന്നുണ്ടോ? തുടരാം, പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ വൈക്കം സഖാവ് കൃഷ്ണപിള്ളയുടെ നാടാണ്. ഈ ശ്രീ മമ്മൂട്ടിയുടെ രാജ്യമാണ് ഈ ചെമ്പ് എന്ന് പറയുന്നത്. ചെമ്പിൽ ജോൺ ഒരു കഥ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ VS ഇവിടെ വന്ന് സമരം
നമ്മുടെ മുറിഞ്ഞപുഴ ഈ സമരം നടത്തിയപ്പോൾ അദ്ദേഹം വളരെ ഇവിടെ ജനം കൊണ്ട് തിങ്ങി നിറയുകയാണ്. അദ്ദേഹത്തിനെ ഓർക്കാത്ത ദിവസങ്ങളും കാലങ്ങളും ഇല്ല. അദ്ദേഹത്തിന് ഇത് 10 വർഷം കൂടി ജീവിച്ചാൽ നന്നായിരുന്നെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെ ജനനായകനെന്ന് വിശേഷിപ്പിക്കാനായിട്ട് ഇന്ത്യയിൽ ആദ്യം അദ്ദേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിന് പകരം വെക്കാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. ഈ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ചാർജ് കൂട്ടിയിട്ട് പെട്രോൾ ചാർജ് കുറഞ്ഞപ്പോൾ ഇറക്കിയ ലോകത്തെ ഏറ്റവും അനുശേചന നേതാവാണ് സഖാവ് പി സച്ചാറിന്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും ഇനി വരുന്ന തലമുറകളും മറക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. നന്ദി ശ്രീ പ്രകാശൻ. ഓരോ പ്രേക്ഷകരും VS എന്ന മഹാനേതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. വിലാപയാത്ര അമ്പലപ്പുഴയിലേക്ക് കടന്ന് വണ്ടാനം കടന്ന് ഇനി പുന്നപ്രയിലേക്കാണ്. വണ്ടാനത്തിൻ്റെ മണ്ണിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വിലാപയാത്ര പുന്നപ്രയിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. തങ്ങളുടെ പ്രിയ സഖാവിനെ കാത്തു നിൽക്കുകയാണ് ജനങ്ങൾ. ചരിത്രം കുറിച്ചു എന്ന് തന്നെയല്ലേ ഈ ഒരു വിലാപയാത്രയെക്കുറിച്ച് പറയാനാവുക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. ജനനായകൻ ജനസാഗരത്തിലലിഞ്ഞ് ജന്മനാട്ടിലേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന സ്വന്തം രാഷ്ട്രീയ തട്ടകത്തിലേക്കാണ് VSന്റെ ചേതനയേറ്റ ശരീരം എത്തിച്ചേരുന്നത്. കാരണം ഇന്നലെയൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഇന്ന് രാവിലെ ഈ സമയം പൊതുദർശനത്തിന്റെ സമയമായിരുന്നു. പക്ഷേ സ്വന്തം വീട്ടിൽ പോലും അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള തിരക്ക്, അതായത് തിരുവനന്തപുരം ജില്ലയിലെ വിലാപയാത്ര വിട്ടതിനു ശേഷം കൊല്ലമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. വിവിധ മേഖലകളിൽപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ചും വിവിധ മേഖലകളിൽപ്പെട്ട തൊഴിലാളികൾക്കൊപ്പം ചേർന്നു നിന്നും സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കൊല്ലം ജില്ല കടക്കാൻ മണിക്കൂറുകളോളം തന്നെ സമയം വേണ്ടി വന്നിരുന്നു. ഓരോ സ്ഥലങ്ങളിലും എത്തിയ ജനക്കൂട്ടം അങ്ങനെയായിരുന്നു. VSനെ കാണുന്നതിനും VSനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനും ഒരു നാട് ഇത്രയും ഒരുമിച്ച് ചേരുന്നത് ഒരു ചരിത്ര സംഭവം എന്ന് തന്നെ പറയാം. മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്ത തരത്തിലുള്ള ഒരു ജനകീയ അംഗീകാരത്തിന്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ ഈ തെരുവുകളിൽ കാണാൻ കഴിയുന്നത്. എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സംഘടനാ പ്രവർത്തനത്തിന്റെ വിട്ടൊഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ നാളുകളിൽ എത്തിച്ചേർന്നവരുണ്ട്. അങ്ങനെ പ്രായവ്യത്യാസമില്ലാതെ നിരവധിയായ ആളുകളാണ് ഈ തെരുവോരങ്ങളിൽ കാത്തു നിൽക്കുന്നത്. ഇവരുടെ മുന്നിൽ നിന്നും ഒരിക്കൽ പോലും VSനെ വേഗത്തിൽ കൊണ്ടുപോകാനാകില്ല. ഇവരുടെ മനസ്സിൽ VS അലിഞ്ഞു ചേർന്നതാണ്. ഇവരുടെ മനസ്സിലെ വികാരമായിരുന്നു VS. ഒരുപക്ഷെ സംഘടനാ പ്രവർത്തനത്തിനായി ആലപ്പുഴയിൽ അദ്ദേഹം ചുമതലയേൽക്കുമ്പോഴേക്കും കൊടും പട്ടിണിയുടെ നാളുകളിൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന സമയത്ത് കർഷക തൊഴിലാളികൾ വേതനത്തിന് വേണ്ടി സംഘടിക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം അന്നായിരുന്നു VS എന്ന പടനായകൻ ഈ സാധാരണക്കാരന്റെ ഈ പട്ടിണിപ്പാവങ്ങളുടെ ഇടയിലേക്ക് VS എത്തിച്ചേരുന്നത്. പിന്നെ VS ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഒരു വലിയ നേതാവായി ഉയരുകയായി. രാഷ്ട്രീയത്തിൽ VSനൊപ്പം VS മാത്രം എന്ന് പറയുന്നതായിരിക്കും ശരിയായ വാക്ക്. VSന് പകരം മറ്റൊരു VS ഇനി ഉണ്ടാകാൻ പോകുന്നു. VSന് ഇനി ഒരുപക്ഷെ കാലമടയാളപ്പെടുത്തുക VSന് മുമ്പും VSന് ശേഷവും എന്നായിരിക്കും. അത്തരത്തിൽ VS ജനമനസ്സുകളിൽ അലിഞ്ഞു ചേർന്ന നേതാവാണെന്ന് തെളിയിക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ പാതയോരങ്ങളിൽ ജനങ്ങൾ നൽകുന്ന അന്ത്യാഭിവാദ്യം. നേരത്തെ പറഞ്ഞു നിന്നതിൽ നിന്നും വ്യത്യസ്തമായി എത്രയോ ഇനി അദ്ദേഹത്തിന് ഇപ്പോൾ വണ്ടാനം പിന്നിടുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ തന്നെ വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തിക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്ക്, ജനിച്ചു വളർന്ന വീട്ടിലേക്ക്. എപ്പോഴും ആലപ്പുഴ വഴി കടന്നു പോകുമ്പോഴേക്കും സ്വന്തം രാഷ്ട്രീയത്തിനും അപ്പുറം സ്വന്തം സഹോദരങ്ങളെ കണ്ട്, സഹോദരിയെ കണ്ട് തിരുവോണത്തിനും ഒക്കെ അവിടെ എത്തുമായിരുന്നു സഹോദരിയെ കാണാൻ. അങ്ങനെ വീടുമായും നാട്ടുകാരുമായും VS എന്ന രാഷ്ട്രീയക്കാരൻ പലപ്പോഴും വലിയ തരത്തില് ബന്ധം സ്ഥാപിച്ചിരുന്നു. അതിന്റെ ഓർമ്മപ്പെടുത്തലും ആ സ്നേഹപ്രകടനങ്ങളുമാണ് നമുക്ക് ഇപ്പോൾ ഈ പാതയോരങ്ങളിൽ VSന്റെ സ്വന്തം തട്ടകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി
മണിക്കൂറുകൾ കൂടി കഴിയുമ്പോഴേക്കും VS അമരനാവും. അതിനു മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന ആഗ്രഹത്തോടെയാണ് ഈ തെരുവോരങ്ങളിൽ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. എത്രയോ മണിക്കൂറുകളായി. ഇന്നലെ രാത്രി 9 മണിയോടെ VSന്റെ ഭൗതികദേഹം ഇവിടെ എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അത് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ല വിടുമ്പോൾ തന്നെ 10 മണിക്കൂറിലധികം സമയമെടുക്കും. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം, ജനസ്വീകാര്യത അത് VSന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ വിലാപയാത്രയിലൂടെ കാണാൻ കഴിയും. ഇനി ആദ്യം കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം വേലിക്കകത്ത വീട്ടിലേക്കും, പിന്നീട് തന്നെ വളർത്തിയ പ്രസ്ഥാനം, തന്നോടൊപ്പം സഞ്ചരിച്ച ജനങ്ങളോടൊപ്പം ഒത്തുചേർന്ന് സംഘടിച്ച ആ പാർട്ടി ഓഫീസിലേക്ക്, സാധാരണക്കാരിൽ നിന്നും പണം പിരിച്ച് VS പണിതുയർത്തിയ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്, അവിടെ നിന്നും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്. റിക്രിയേഷൻ ഗ്രൗണ്ട് വിശാലമായ ഗ്രൗണ്ടാണ്. കടൽ തീരത്തോട് കിടക്കുന്ന റിക്രിയേഷൻ ഗ്രൗണ്ടിലായിരിക്കും അദ്ദേഹത്തിന് പൊതുദർശനം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമയക്രമങ്ങൾ പാലിക്കാത്തതിനാൽ വേലിക്കകത്ത വീട്ടിലെ ചില കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ സഹോദരി ഉണ്ടെങ്കിലും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സഹോദരിയുടെ മക്കൾ ഉണ്ട്, അടുത്ത ബന്ധുക്കൾ, അവർക്ക് കാണുവാനും അവരോടൊപ്പം എത്രയോ തിരക്കാണെങ്കിൽ പോലും ഓണനാളുകളിൽ അവിടെ എത്തുമായിരുന്നു. പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ അദ്ദേഹം എല്ലാവരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ പേര് അവരുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് മാറ്റിയെങ്കിൽ പോലും തിരുവനന്തപുരത്ത് അദ്ദേഹം എത്രയോ വർഷമുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വോട്ട് തന്റെ ജന്മനാട്ടിൽ തന്നെ ചെയ്തിരുന്ന ഒരു നേതാവ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അദ്ദേഹത്തിന്റെ വോട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. കാത്തിരുന്ന ഒരാൾ കുഴഞ്ഞു വീഴുന്നു. അതായത് എത്രയോ മണിക്കൂറുകളായി കാത്തിരുന്ന ഒരു മനുഷ്യനാണ് ആ പാതയോരത്ത് കുഴഞ്ഞു വീണിരിക്കുന്നത്. അങ്ങനെ വലിയ തരത്തിൽ മണിക്കൂറുകളായി കാത്തിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. പല സ്ഥലങ്ങളിലും എത്രയോ മണിക്കൂറുകളായി ഇന്നലെ വൈകുന്നേരം മുതൽ കാത്തു നിൽക്കുന്നവരാണ് അവരൊക്കെ. ഒരു അല്പം പോലും വെള്ളം പോലും കുടിക്കാതെ. ഒരു പ്രേക്ഷകൻ കേരള വിഷൻ ന്യൂസിലൂടെ പ്രതികരണത്തിനായി എത്തിയിട്ടുണ്ട്. മലപ്പുറത്തു നിന്നും ശ്രീ മുഹമ്മദ് VS അച്യുതാനന്ദൻ മടങ്ങുകയാണ്. എന്തോർമ്മകളാണ് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? VS അച്യുതാനന്ദൻ ഓർമ്മയാവുകയാണ്. അത് അച്യുതാനന്ദൻ എന്ന പോലെ ഒരു രാഷ്ട്രീയത്തില് പൂർണ്ണമായ ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ. എന്നാൽ പോലും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും സാധാരണക്കാരന്റെ മനസ്സ് വായിച്ചറിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ഒരു നല്ല നേതാവാണ്. അത്തരം നേതാക്കൾ VSന് ശേഷം ഉണ്ടാവുമോ എന്നുള്ളതും സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ AKG, EMS പോലെയുള്ള, അതുപോലെ തന്നെ അച്യുതാനന്ദനും നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ വളരെ നല്ല രീതിയിൽ സാധാരണക്കാരനോടൊപ്പം നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അത് കേരളത്തിന് ഒരു തീരാനഷ്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. നന്ദി. നിരവധി പ്രതികരണങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ VSനെ അനുസ്മരിക്കുകയാണ്. VSന്റെ വിലാപയാത്ര വണ്ടാനം കടന്ന് പുന്നപ്രയിലേക്ക് പോവുകയാണ്, വിപ്ലവ മണ്ണിലേക്ക് എത്തുകയാണ്. വണ്ടാനം പിന്നിട്ട് പുന്നപ്രയിലേക്ക് കടക്കുകയാണ്. ബിനോയ്, തുടരാം. VS ഒരു ചരിത്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ജനാവലി. ഇത് ഒരു പക്ഷേ തിരുവനന്തപുരത്തൊക്കെ ചില പോയിന്റുകളിൽ കാത്തുനിന്ന ആളുകളായിരുന്നു എങ്കിൽ അത് തിരുവനന്തപുരം വിട്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി മേഖലകളായ കൊല്ലവും ആലപ്പുഴയിലും എത്തിയപ്പോഴേക്കും ജനസാഗരത്തിന്റെ നടുവിലൂടെ ജനനായകനെ യാത്രയയപ്പ് നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വേലിക്കകത്ത വീട്ടിലേക്കാണ് ഇനി ഈ മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെയും വലിയ ജനക്കൂട്ടമുണ്ട്. നേരത്തെ പാർട്ടി പ്രവർത്തകർ
പാർട്ടി പ്രവർത്തകർ അവിടെ പൊതുദർശനത്തിൽ പങ്കെടുക്കേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ആ നാട്ടുകാരവിടെ കൂടി നിൽപ്പുണ്ട്. വേലിക്കകത്തെ വീട്ടിലേക്ക് ചേതനയേറ്റ VS-നെ എത്തിക്കുമ്പോൾ ഒന്ന് കാണുവാൻ, ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നിരവധിയായ ആളുകൾ അവിടെയും കാത്തു നിൽക്കുന്നു. കാരണം വേലിക്കകത്തെ വീടും ഒപ്പം VS-ഉം തമ്മിൽ ഒരിക്കൽ പോലും വേർപെടാൻ കഴിയാത്ത ബന്ധങ്ങളുണ്ട്. ഏത് നാട്ടിലെവിടെയാണെങ്കിലും വിശേഷ ദിവസമായ ഓണം നാളിൽ സഹോദരിക്കൊപ്പം ഭക്ഷണം കഴിക്കുവാൻ VS എന്ന ജനനായകൻ എത്തുമായിരുന്നു. അതിനുമപ്പുറം VS തെരഞ്ഞെടുപ്പ് വേളകളിൽ സ്വന്തം പേര് ഒരിക്കൽ പോലും തിരുവനന്തപുരത്തേക്കോ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ കർമ്മഭൂമിയായ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടില്ല. മറ്റൊരു പ്രതികരണത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും മറ്റൊരു പ്രേക്ഷകനുണ്ട്. നമസ്കാരം ശ്രീ അഷ്റഫ്. VS വിടവാങ്ങുകയാണ്. എന്തോർമ്മകളാണ് താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കാം. ഓർമ്മിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പോഴും എന്റെ കണ്ണിന് കണ്ണുനീർ വരുന്നുണ്ട്. എന്റെ വാപ്പ ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തക്കാരനാണ്. VS-നെ പോലത്തെ നല്ല മനുഷ്യൻ ലോകത്ത് ഇനി വരില്ല. കാരണം ആയിക്കട്ടെ എന്ന് പറഞ്ഞത് ആ 100 വരെ ജീവിക്കണം ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് 58 വയസ്സ്. എന്റെ ഓർമ്മകൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇനി വരില്ല. ഇവരുടെ പേര് പറയുമ്പോൾ മൊത്തം ഒരു പൊതുകേറ്റാണ് മനസ്സിൽ. എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയമില്ലാതില്ല. എല്ലാവരും കുട്ടികളും അവരും ഇപ്പോഴും വേദനിക്കുന്നു. കിടക്കുമ്പോൾ എന്റെ സ്വന്തം ബാപ്പാനെ ആലോചിക്കുന്നതിനെക്കാട്ടും അപ്പുറം ഞാൻ VS-നെ മനസ്സിലാലോചിച്ചുകൊണ്ട് എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ, ലക്ഷങ്ങൾ, പറയാൻ പറ്റാത്ത ജനങ്ങൾ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. മരിക്കുന്നില്ല, എന്റെ നേതാവ് മരിക്കുന്നില്ല. എന്റെ നേതാവ് പഠിപ്പിച്ച പാഠത്തിൽ കൂടിയ ഞാനും എന്റെ മക്കളും നീങ്ങുള്ളൂ. ലാൽ സലാം എന്റെ നേതാവ്. നന്ദി ശ്രീ അഷ്റഫ്. ഓരോ പ്രേക്ഷകനും പങ്കുവെക്കുന്നത് വികാരനിർഭരമായ ഓർമ്മകൾ തന്നെയാണ്. മണ്ടാനം കടന്ന് കുറുവൻതോടിലേക്ക് അടുക്കുംതോറും ജനസാഗരത്തിന്റെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി VS എന്ന നായകൻ മടങ്ങുകയാണ്. മുന്നോട്ടു പോകാൻ സാധിക്കാത്തത്ര തിരക്കിൽ ജനങ്ങൾ തിങ്ങി നിറയുകയാണ് തങ്ങളുടെ നേതാവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി. സമയക്രമീകരണങ്ങളെല്ലാം തെറ്റി ആയിരക്കണക്കിന് ജനങ്ങൾ പാതയുടെ ഇരുവശങ്ങളിലും തങ്ങളുടെ ജനകീയ നേതാവിനായി കാത്തു നിൽക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ആരായിരുന്നു VS എന്നത്. ജനസാഗരത്തിൻ്റെ നടുവിലൂടെ ആ വ്യക്തി മടങ്ങുകയാണ്. VS എന്ന ജനകീയ നേതാവ് ഇനിയൊരു മടക്കയാത്രയില്ലാതെ പുന്നപ്രയുടെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. പുന്നപ്രയിലെ വേലിക്കകത്ത വീട്ടിൽ നിന്നും കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, വേലിക്കകത്ത് വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വൻ ജനാവലിയാണ് അവിടെയുള്ളത്. വർഷങ്ങളായി VS-ന്റെ പിറന്നാൾ ദിനം ഇതുപോലെ ആയിരുന്നു. വേലിക്കകത്ത് വീട് പായസ വിതരണവും മിഠായി വിതരണവുമായി നൂറുകണക്കിന് ആളുകൾ VS-ന്റെ വീടുമുറ്റത്തെത്താറുണ്ട്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് അവസാന യാത്രയയപ്പ് നൽകാനാണ് ഇത്രയും ജനങ്ങൾ അവിടെ എത്തുന്നത്. ഇപ്പോഴും നീണ്ട നിര തന്നെയാണോ വേലിക്കകത്ത് വീട്ടിലുള്ളത്? കുറച്ചു മുന്നേ നമ്മൾ കണ്ടതാണ് നിരവധി ആളുകൾ ഈ ഒരു ഇത്രയും നേരം കാത്തുനിൽപ്പിന്റെ ക്ഷീണത്തോടെ തളർന്നു വീഴുന്നതടക്കമുള്ള കാഴ്ചകൾ. എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു.
കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ, വി എസ് എന്ന ജനകീയ നേതാവ് വിട ചൊല്ലുകയാണ്. രാഷ്ട്രീയ കേരളം വി എസ് എന്ന സഖാവിന് വിട നൽകുകയാണ്. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ സമരനായകനെ പോലെ അദ്ദേഹം മൗനമായി കടന്നു വരികയാണ്. ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, നമ്മളെ രാവിലെ മുതൽ തന്നെ നിരവധി പ്രേക്ഷകരാണ് വി എസിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് വിളിക്കുന്നത്. എല്ലാവരും വികാര നിർഭരമായി തന്നെയാണ് ഓർമ്മകൾ പങ്കുവെക്കുന്നത്. ആ ഓർമ്മകൾ, ആ പ്രതികരണങ്ങളെല്ലാം തന്നെ വി എസ് എന്ന മഹാജനകീയ നേതാവ് ആരാണ് എന്നതിനുള്ള വ്യക്തത തന്നെയല്ലേ? തീർച്ചയായും ഒരു പക്ഷേ ഒരു ചരിത്രമായി മാറുകയാണ് വി എസിന്റെ ഈ വിലാപയാത്ര എന്ന് പറയാം. കാരണം നേരത്തെ മുൻ മുഖ്യമന്ത്രി